ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറുവേദന വരുന്നുണ്ടോ? അല്ലെങ്കിൽ രാത്രിയിൽ അമിതമായ വയറിച്ചിൽ കാരണം ഉറക്കം കിട്ടുന്നില്ലേ? എങ്കിൽ സൂക്ഷിക്കണം. ഇതൊരു പക്ഷേ പെപ്റ്റിക് അൾസർ അഥവാ വയറിലെ വ്രണങ്ങളാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ അൾസർ എന്ന് നോക്കാം. എന്താണ് അൾസർ? നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ആസിഡുകൾ വയറിന്റെ ഭിത്തിയെ തന്നെ നശിപ്പിക്കുമ്പോഴാണ് വ്രണങ്ങൾ അഥവാ അൾസർ ഉണ്ടാകുന്നത്. പ്രധാനമായി ഇത് രണ്ട് തരത്തിലുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ വയറിനുള്ളിൽ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഡുവോഡിനൽ അൾസർ അതായത് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തുണ്ടാകുന്നത്. എന്തെല്ലാമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? അതായത് വയറിന്റെ മുകൾ ഭാഗത്ത് അനുഭവപ്പെടുന്ന എരിച്ചിലോട് കൂടിയ വേദന, നെഞ്ചെരിച്ചിലും പുളിച്ചു തകട്ടലും, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നുകിൽ വേദന കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുക, വയർ എപ്പോഴും വീർത്തിരിക്കുന്നത് പോലെ തോന്നുക. ഇതെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്തെല്ലാമായിരിക്കും ഇതിന്റെ കാരണങ്ങൾ? പലരും വിചാരിക്കുന്നത് മുളക് കഴിക്കുന്നത് കൊണ്ടാണ് അൾസർ വരുന്നതെന്നാണ്. എന്നാൽ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. അതായത് എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയ, വയറിലുണ്ടാകുന്ന ഒരു ഇനം ബാക്ടീരിയയാണ് അണുബാധ. വേദന സംഹാരികളുടെ അമിതമായ ഉപയോഗം, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്ഥിരമായി പെയിൻ കില്ലറുകൾ കഴിക്കുന്നത്, അതുപോലെ അമിതമായ മാനസിക സമ്മർദ്ദം, പുകവലി, മദ്യപാനം എന്നിവ അൾസർ കൂടാനായിട്ട് കാരണമാകും. ഇനി എന്തെല്ലാം നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം? കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അമിതമായ എരിവ്, പുളി, മസാല എന്നിവ നിയന്ത്രിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി വഴി കൃത്യമായ കാരണം കണ്ടെത്തുക. ഇതാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. തുടർച്ചയായ വയറുവേദനയെ നമ്മൾ എന്ത് ചെയ്യരുത്, നിസ്സാരമായി കാണരുത്. കൃത്യമായ ചികിത്സയും ഭക്ഷണ രീതിയും വഴി അൾസർ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ അറിവ് ഉപകാരപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. താങ്ക്